ഹായ് കൂട്ടുകാരെ, കുറേ നാളായല്ലോ കണ്ടിട്ട്. എല്ലാവരും അങ്ങ് ഭാരപ്പെട്ട് എന്തുവാ പരീക്ഷയാണോ? എല്ലാവരുടെയും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കറിയാം, യേശു അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുന്നവരാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ. നിങ്ങളിപ്പം കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ബട്ടർഫ്ലൈസ് എന്ന പ്രോഗ്രാം കാണാനല്ലയോ? യെസ്, എനിക്കറിയാം. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കേ മോനെ, തിരിഞ്ഞു നോക്കാതെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. യെസ്, നമ്മുടെ ആദ്യത്തെ സെഗ്മെൻ്റ് പേരെന്തുവാ? ആടാം പാടാം ആണോ? ആടാം പാടാമെന്നാലോ? അല്ല, ആദ്യത്തെ സെഗ്മെൻറ്റ് അതല്ല. ഞാൻ ആ സെഗ്മെൻറ്റിൻ്റെ പേര് പറയാം. ജീവിതം ചെറുതാണ്, അതിനെ നന്നായി ഉപയോഗിക്കണം. ജീവിതം യേശു തന്നതാണ്, അത് യേശുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. നമുക്കന്ന് ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. റെഡിയാണോ? ആദ്യത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവരും ക്ലാസ്സിനായിട്ട് ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണില്ലേ? വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. എല്ലാവരും ഹാപ്പി ആണില്ലേ? ഓക്കെ. എല്ലാവരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആരുണ്ടായിരുന്നു കൂടെ? യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ? അവൻ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം പോയപ്പോൾ, നാം പഠിക്കുമ്പോഴൊക്കെയും യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെയും ജീവിതം എന്ന് പറയുന്നത് ആരാ തന്നത്? നമുക്ക് നല്ല പപ്പയുണ്ട്, മമ്മിയുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, കൂട്ടുകാരുണ്ട്, നമുക്ക് പഠിക്കുവാനും കടിക്കുവാനും ഒക്കെയും നല്ല ആൾക്കാരുണ്ട്. ഇതൊക്കെ ആരാ തന്നത്? നമ്മുടെ യേശുപ്പച്ചനാണ് നമുക്കിതൊക്കെയും തന്നതില്ലേ? അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ യേശു കർത്താവ് തന്ന സന്തോഷത്തിൽ, ഈ നന്മകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? യേശു കർത്താവിന് സ്തോത്രം ചെയ്യണം, നന്ദി കരയറ്റണം ഇല്ലേ? നമ്മൾ യേശു കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമുക്കൊരു പാട്ട് പഠിക്കാം. യേശു കർത്താവ് തന്ന ജീവിതത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഈ ജീവിതത്തിൻ്റെ ആ സൗന്ദര്യം എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പാട്ടാണ്. നമുക്ക് ഒരു പാട്ടൊന്ന് പഠിക്കാം. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. ആഹാ നല്ലൊരു ജീവിതം, എൻ ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, എൻ കർത്തൻ തന്നൊരു ജീവിതം. നന്മകൾ ചെയ്തു ജീവിക്കാം, എന്നും നല്ലവരായി ജീവിക്കാം. നന്മകൾ ചെയ്തു ജീവിക്കാം, എന്നും നല്ലവരായി ജീവിക്കാം. വചനം നുകർന്നു ജീവിക്കാം, യേശുവിൻ മക്കളെ ജീവിക്കാം. വചനം നുകർന്നു ജീവിക്കാം, എന്നും യേശുവിൻ മക്കളെ ജീവിക്കാം. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. പാട്ട് കേട്ടോ എല്ലാവരും? ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിതം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. ഈ ജീവിതം തന്നതാരാ? യേശു കർത്താവാണ്, യേശുപ്പച്ചനാണ് ഈ ജീവിതം നമുക്ക് തന്നതില്ലേ? അതുകൊണ്ട് നമ്മൾ എന്തിങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നന്മകൾ ചെയ്ത് ജീവിക്കണം. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ കരുതണം, അവർക്ക് നന്മകൾ ചെയ്ത് ജീവിക്കണമെന്ന് യേശുപ്പച്ചൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് നന്മകൾ ചെയ്ത് ജീവിക്കാം, എന്നും നല്ലവരായിട്ട് ജീവിക്കണം ഇല്ലേ? എന്നും നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു, വചനം നുകർന്ന് ജീവിക്കാം. യേശു കർത്താവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
വചനം തന്നിട്ടുണ്ട്, വേദപുസ്തകം തന്നിട്ടുണ്ട് ഇല്ലേ? അതിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയുള്ള സ്വഭാവമായിരിക്കണം നമ്മുടെ ഒരു യേശു കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണമെന്നൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വചനം ദിവസവും പഠിച്ച് വായിച്ച് ജീവിക്കണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണമെന്നാണ് ഈ പാട്ടിൽ കൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് പാടിത്തരാം, നിങ്ങളൊന്ന് കേട്ട് പഠിക്കാമോ? ഞാൻ ഓരോ ലൈൻ പാടിത്തരുന്നത് നിങ്ങൾ പാടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടാം. ഞാൻ പാടിത്തരാമേ. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. പാടിക്കേ. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. ഓക്കെ, ഞാനിത് പാടിത്തരാം, നിങ്ങളത് ചേർന്ന് പാടണം കേട്ടോ. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. പാടിക്കേ. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. പാടിക്കേ. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. എല്ലാവരും പഠിച്ചല്ലോ, കിട്ടിയല്ലോ. ഇനി അടുത്തത്, നന്മകൾ ചെയ്തു ജീവിക്കാം, എന്നും നല്ലവരായി ജീവിക്കാം. പാടിക്കേ. നന്മകൾ ചെയ്തു ജീവിക്കാം, എന്നും നല്ലവരായി ജീവിക്കാം. യേശുവിൻ പൈതല ജീവിക്കാം, വചനം നുകർന്നു ജീവിക്കാം. പാടിക്കേ. യേശുവിൻ പൈതല ജീവിക്കാം, വചനം നുകർന്നു ജീവിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആഹാ സുന്ദര ജീവിതം, ദൈവം തന്നൊരു ജീവിതം, ആ 4 ലൈൻ വീണ്ടും 2 വട്ടം റിപ്പീറ്റ് ചെയ്താണ് ഈ പാട്ട് നിർത്തുന്നത്. എല്ലാവരും പഠിച്ചോ? മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമുക്കൊന്ന് ആദ്യം തൊട്ട് ചേർന്നൊന്ന് പാടാം. മ്യൂസിക്കിൻ്റെ കൂടെ നമുക്ക് ചേർന്ന് പാടാം. ഓക്കെ. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, എൻ കർത്തൻ തന്നൊരു ജീവിതം. നന്മകൾ ചെയ്തു ജീവിക്കാം, നല്ലവരായി ജീവിക്കാം. നന്മകൾ ചെയ്തു ജീവിക്കാം, എന്നും നല്ലവരായി ജീവിക്കാം. യേശുവിൻ പൈതല ജീവിക്കാം, വചനം നുകർന്നു ജീവിക്കാം. യേശുവിൻ പൈതല ജീവിക്കാം, എന്നും വചനം നുകർന്നു ജീവിക്കാം. ആഹാ നല്ലൊരു ജീവിതം, ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, കർത്തൻ തന്നൊരു ജീവിതം. ആഹാ നല്ലൊരു ജീവിതം, എൻ ദൈവം തന്നൊരു ജീവിതം. ആഹാ സുന്ദര ജീവിതം, എൻ കർത്തൻ തന്നൊരു ജീവിതം. എല്ലാവരും പഠിച്ചോ? എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പാട്ട്? യേശു കർത്താവിൻ്റെ നല്ല മക്കളായിട്ട് വചനം പഠിച്ച്, ദിനംതോറും വചനം പഠിച്ച്, നന്മകൾ ചെയ്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായി വളരാൻ യേശു കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ. എന്തോ ഒരു അടിച്ചു പൊളിയായിരുന്നു. ആഹാ നല്ലൊരു ജീവിതം, എന്തൊരു ജീവിതം. ഞാൻ കണ്ടു അവിടുന്ന് ജോനഥനും ജോഷുവായും ഈവലും മീക്കളും റോബിനും ജോബിനും എല്ലാവരും നോട്ടാ. ജെസിക ജാസലിൻ ഇപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ ഇരിക്കുക. ആഹാ നല്ലൊരു ജീവിതം. എനിക്കറിയാം നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടെ ഒന്ന് പാടാം. എന്തുവാ? കഥ കേൾക്കണോ? ഇനി അടുത്ത സെഗ്മെൻ്റ് ആണത്. ഈ കഥ നമുക്ക് കേൾക്കണം. ഈ കഥ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ?
അതോ ഈ കേട്ടിട്ട് കഥ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തൃപ്തിപ്പെടുകയാണോ? ഈ പാട്ടുപാടി നിങ്ങൾ ആടിപ്പാടിയതുപോലെ ഈ കഥയുടെ ഉൾക്കാമ്പ സമ്മറി നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ലൈഫ് ഏറ്റവും സുന്ദരമാകുന്നത്. നമുക്കെന്നാൽ രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു പുതിയ കഥയൊക്കെ കേൾക്കാം. നിങ്ങൾക്ക് കഥയൊക്കെ കേൾക്കുന്ന ഇഷ്ടമാണോ? എങ്കിൽ പിന്നെ നല്ല രസകരമായ ഒരു കാക്കയുടെയും ഒരു ആട്ടുകുട്ടിയുടെയും കഥ അങ്ങോട്ട് കേട്ടാലോ. കഥയുടെ പേരാണ് കാക്കയും കുഞ്ഞാടും. സാധാരണ നമ്മൾ മേരിയും കുഞ്ഞാടും ഒക്കെയാണ് കേൾക്കാറല്ലേ. ഇത് കാക്കയും കുഞ്ഞാടുമാണ്. ഈ കാക്കക്കുട്ടനുണ്ടല്ലോ, സ്ഥിരം ഒരു പരിപാടിയുണ്ട്. അവിടെ ഇവിടെ ഒക്കെ പോയി വായു നോക്കിയിരുന്നിട്ട് ഇങ്ങനെ കാ 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 നലച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ വീടിന് ചുറ്റും അല്ലെങ്കിൽ റോഡിന് ചുറ്റും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാക്ക ഇരുന്ന് അലയ്ക്കുന്ന കേൾക്കുന്നുണ്ടാവും. ഈ കാക്കക്കുട്ടൻ ഇങ്ങനെ അലച്ചലച്ച് നടക്കും. ഇടയ്ക്കൊക്കെ കോരോന്നൊക്കെ കുത്തിപ്പെറുക്കി തിന്നും. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കാക്കക്കുട്ടനൊരു കുഞ്ഞാടിനെ വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടു. ഇങ്ങനെ കണ്ടപ്പോൾ കാക്കയ്ക്കൊരു കൗതുകം. ഈ ആടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പറന്നു നോക്കുന്നു. ആടിനോട് വർത്തമാനം പറയാനൊക്കെ നോക്കുന്നു. അങ്ങനെ പതുക്കെ അവർ ചെറിയ ഫ്രണ്ട്സൊക്കെയായി. എന്നിട്ട് കാക്ക ഇങ്ങനെ പറന്നു തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കരച്ചിൽ കേൾക്കാം. മേ മേ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കരച്ചിൽ കേട്ടപ്പം കാക്കയ്ക്ക് മനസ്സിലായി ഇത് നമ്മുടെ കുഞ്ഞാടാണ്. ഈ കുഞ്ഞാടിനെ കരയുന്ന കേട്ടുകൊണ്ട് കാക്ക പെട്ടെന്ന് പോയി ആ സ്ഥലമൊക്കെ ഒന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് കുഞ്ഞാടിൻ്റെ അടുത്തേക്ക് പറന്നു പോയിട്ട് സംഗതി എന്താണെന്ന് കാക്കക്കുട്ടിക്ക് മനസ്സിലായി. കാക്ക നോക്കിയതാണ്ടാ കുഞ്ഞാട് വലിയൊരു മുൾച്ചെടിക്കിടയിൽ ഇങ്ങനെ കിടന്ന് ഞെരുങ്ങുക. അവൻ്റെ കാലയിലും മുള്ളുകൊണ്ടു, അവൻ്റെ തോളിലും മുള്ളുകൊണ്ടു, കഴുത്തിൻ്റെ അവിടെയും മുള്ളൊക്കെ കൊണ്ട് ഇങ്ങനെ ചോരയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞാടിനെ കണ്ടപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. സാധാരണയാണെങ്കിൽ കാക്കയ്ക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ ചെന്ന് കൊത്തിപ്പെറുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ കുഞ്ഞാടിനെ കണ്ടപ്പോൾ കാക്കയ്ക്ക് വിഷമം തോന്നിയിട്ട് കാക്ക പറന്ന് മേളിലോട്ട് പോയി ഒരു മരത്തിൻ്റെ അവിടെയൊക്കെ ചെന്നിരുന്നിട്ട് വലിയ ശബ്ദത്തിൽ കാ 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 എന്ന് അലച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയാമോ? ഈ കാക്കക്കുട്ടന് വേറെ ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ട്. ഈ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വിളിക്കുകയാണ്. എന്തിന്? ഈ കുഞ്ഞാട് കുട്ടനെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ കാക്ക ഇങ്ങനെ അലയ്ക്കുന്ന കേട്ടുകൊണ്ട് ചുറ്റുപാടുള്ള ഫ്രണ്ട്സും കാക്കയുടെ റിലേറ്റീവ്സും ഒക്കെ പറന്ന് അടുത്ത് വന്നു. എന്നിട്ട് ഈ കാക്കക്കുട്ടന് ചോദിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത്? എന്തിനാണ് നീ അലയ്ക്കുന്നത്? വല്ല ഫുഡ് ഐറ്റവും താഴെ കണ്ടിട്ടുണ്ടോ? സാധാരണ അങ്ങനെയാണ്, താഴെ വല്ല ഫുഡ് ഐറ്റംസൊക്കെ കണ്ടാലാണ് ഇങ്ങനെ കാക്കകൾ കിടന്ന് അലയ്ക്കുന്നത്. ഇതൊന്നുമില്ല. കാക്ക പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനൊരു കുഞ്ഞാട് അവിടെ മുൾച്ചെടിക്കിടയിൽ ഇങ്ങനെ പെട്ട് കിടപ്പുണ്ട്. ആ കുഞ്ഞാട് കുട്ടനെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ കാക്ക ചേട്ടന്മാരെല്ലാം കൂടെ പറന്ന് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. മേളിൽ കൂടെ പറക്കുന്നു, സൈഡിൽ കൂടെ നോക്കുന്നു. ഇങ്ങനെ പറന്ന് നോക്കിയിട്ട് ഇവർക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ഈ കുഞ്ഞാടിനെ വലിച്ച് വെളിയിലിടക്കേണ്ടതെന്ന് ഇവർക്കൊരു പിടിയും കിട്ടുന്നത്. കാരണം എന്താണെന്നറിയോ? ഇവർ ചെന്ന് ഈ അള്ളി പിടിക്കാൻ നോക്കിയാൽ കുഞ്ഞാടിനെ വീണ്ടും മുള്ളിൻ്റെ ഇടയ്ക്കോട്ട് തള്ളിവിടുന്ന പോലായിപ്പോവും. അപ്പോൾ മുള്ളുകൊണ്ട് പിന്നെയും ചോര വരും. അങ്ങനെ ഇവർ ബഹളം വെച്ചൊക്കെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ കാക്കക്കുട്ടന്മാർക്കൊരു ഐഡിയ തോന്നി. ഇതിലെ ലീഡർ ഒരു പ്രായമുള്ളൊരു കാക്കയുണ്ട്. ആ കാക്കച്ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞാടിൻ്റെ അമ്മ ആടിനെയും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കൂട്ടുകാരെയും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ ആടുകൾക്കൊരു ഇടയൻ കാണുമല്ലോ, അവരെയൊക്കെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ആകാശത്തേക്ക് പറന്നിട്ട് ചുറ്റുമുള്ള ഏരിയ മുഴുവനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, സ്കാൻ ചെയ്ത് നോക്കി, കാക്കളൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇവരെല്ലാം കൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ കുറച്ച് കൂടുതൽ ആടുകൾ ഒരുമിച്ച് നടക്കുന്നു. ഒരു 10-15 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അതുങ്ങളുടെ സൈഡിൽ ഒരു ചേട്ടനുമുണ്ട്, ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഈ കാക്കക്കുട്ടന്മാർ 2-3 അങ്ങോട്ട് പറന്ന് ചെന്നിട്ട് ഈ ആടുകളുടെ അടുത്തുകൂടെ ചെന്ന് ഭയങ്കര ഒച്ച വെക്കാൻ തുടങ്ങി. ഒച്ച വെച്ചപ്പോൾ കാ 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 എന്നുള്ള ഒച്ച കേട്ട് ഇവരാദ്യം ഇതിനെ ഈ വടിയൊക്കെ പിടിച്ച ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ ഇവരെയൊക്കെ അടിച്ചോടിക്കാൻ നോക്കി. പക്ഷേ എന്നിട്ടും ഈ കാക്കക്കൂട്ടന്മാർ സമ്മതിച്ചില്ല. അവർ പിന്നെയും കാക്കാ നലച്ചു. ഇച്ചിരി മാറി നിന്ന് വേറെ കുറേ കാക്കകൾ കാക്കാ നലയ്ക്കുന്നു. അങ്ങനെ അലയ്ക്കുന്നതെല്ലാം കേട്ടപ്പോൾ ഈ ചേട്ടനുണ്ടല്ലോ അതുങ്ങളെ കല്ലെടുത്ത് എറിയാൻ നോക്കി. അതോടൊപ്പം ഈ വടിയെടുത്ത് അവരുടെ പുറകെ ഓടാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് ദൂരം ഓടിപ്പോൾ ദാണ്ടടാ മേ മേ എന്നുള്ള കേട്ട് പരിചയമുള്ള ഒരു ആട്ടുകുഞ്ഞിൻ്റെ ശബ്ദം. ഈ ആടുകുഞ്ഞിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇടയൻ ചേട്ടൻ പതുക്കെ വടിയൊക്കെ വീശി ഓടിച്ചെന്ന് ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ടല്ലോ,
അത്ഭുതപ്പെട്ടു പോയി. ഈ കാക്കക്കുട്ടന്മാർ ചുറ്റും ഇങ്ങനെ പറന്ന് ശബ്ദമുണ്ടാക്കുന്നു. നടുക്കൊരു മുൾച്ചെടിക്കിടയിൽ ഈ കുഞ്ഞാട് കിടന്ന് വിഷമിക്കുന്നു. ആട്ടിടയൻ ചെറുക്കൻ നേരെ ചെന്ന് ആ ആട്ടുംകുട്ടിയെ പതുക്കെ മുള്ളൊന്നും ഉരസാതെ വലിച്ച് പതുക്കെ കെയർഫുള്ളായിട്ട് അതിനെ എടുത്ത് കയ്യിലോട്ടെടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ മുറിവൊക്കെ തൂത്ത് കൊടുത്തു. ഇതിനെയും കൊണ്ട് ഓടിച്ചെന്ന് മറ്റ് ആട്ടുകുട്ടന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്ന് ഈ ഫസ്റ്റ് എയ്ഡൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെറിയ ഇലകളൊക്കെ ഇട്ട് ഇങ്ങനെ പൊടിച്ച് അതിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് പതുക്കെ അതിനെ നടക്കുന്ന കണ്ടീഷനാക്കി അങ്ങോട്ട് വിട്ടു. എന്നിട്ടുണ്ടല്ലോ ഈ ചുറ്റും മറ്റേ കാക്കച്ചേട്ടന്മാരൊന്നും പറന്നു പോയിട്ടില്ല, അവരവിടെ തന്നെ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കഥയിൽ നമ്മൾ തുടങ്ങി വെച്ച ആ കാക്കക്കൂട്ടുകാരൻ, ഈ കുഞ്ഞാടിൻ്റെ കൂട്ടുകാരനായ കാക്കക്കൂട്ടുകാരനോട് ഈ കുഞ്ഞാട് അതിൻ്റെ ഭാഷയിൽ മേ മേ എന്നൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഇടയനും ഈ കാക്കകളോടെല്ലാം നന്ദി പറഞ്ഞു. അങ്ങനെ നമ്മളും ഇതുപോലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ സഹായിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ? കാക്കയും ആട്ടുംകുട്ടിയും അല്ലേ, കാക്കയ്ക്കുണ്ടൊരു കുഞ്ഞാട്. ഇങ്ങനെ നമ്മൾ നമ്മളെ സുഹൃത്തുക്കളെയും വേദനയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ സഹായിക്കണം, രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കണം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. കഥ കേട്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരിക്കുമായിരുന്നു, ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു നല്ലൊരു സ്റ്റോറി. ഒരാപത്ത് വന്നപ്പോൾ, ആടിനൊരാപത്ത് വന്നപ്പോൾ കാക്കയെല്ലാം കൂടെ പറന്നു വന്ന് ഈ കാക്കയെ ഞാൻ ചോദിക്കട്ടെ, ഈ കാക്ക നമ്മുടെ ഉള്ളത് കൊത്തിയെടുത്തുകൊണ്ട് പോയിട്ടല്ല ഉള്ളത്, നമുക്കെന്തെങ്കിലും കൊണ്ടും തന്നിട്ടുണ്ടോ? ഈ കാക്ക യൂണിറ്റി ഈസ് പവർ. നോക്കിക്കേ, എല്ലാം കൂടെ വന്ന് ശബ്ദമുണ്ടാക്കി ഉടമസ്ഥനെ അറിയിച്ച് ആടിനെ രക്ഷപ്പെടുത്തുന്നു. മക്കളെ, ആപത്തിൽ സഹായിക്കുന്ന കൂട്ടുകാരാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന കൂട്ടുകാരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ടിഫിനകത്ത് ഫുഡ് നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുമോ? നമ്മുടെ ഫ്രണ്ട്സിനൊരാവശ്യം വന്നാൽ നിങ്ങൾ സഹായിക്കുമോ? പെൻസിൽ കൊടുത്ത് സഹായിക്കുമോ? യെസ്, അങ്ങനെ സഹായിക്കുന്ന കൂട്ടുകാരാണ് ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാർ. നമ്മുടെ ഇന്നത്തെ കഥയിൽ നമുക്ക് ലഭിച്ച ആ വലിയ ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. ഓഹോ, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഇന്ന്. എന്താ നിന്റെ സന്തോഷത്തിൻ്റെ കാരണം? എൻ്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താ കാരണം? ഞാൻ കണ്ടായിരുന്നു, നീ ആ ചാട്ട മത്സരത്തിന് ഫസ്റ്റ് അടിക്കുന്നത് കണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷമല്ലേ? അതെ, ഞാനാണ് ഫസ്റ്റ്. ഓക്കെ, ഇവനാണ് ഫസ്റ്റ്. കൂട്ടുകാരെ, ഫസ്റ്റ് അടിച്ചപ്പോൾ എന്ത് സന്തോഷമാണ്. ആദ്യം നോട്ട്സ് എഴുതി കഴിയുമ്പം ഭയങ്കര സന്തോഷമാണ്. ഇവനും ഇടയ്ക്കിടയ്ക്ക് അതുപോലെ സന്തോഷമുള്ള ആളാണ്. എന്തെങ്കിലും ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. താഴോട്ട് പോയാൽ സന്തോഷം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഫസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ കണ്ടായിരുന്നു നീ അവിടെ ഒരുപാട് വികൃതികൾ കാണിക്കുന്നത്. എന്നാ വികൃതിയാണ് ഞാൻ കാണിച്ചത്? നീ കാണിച്ച വികൃതി എന്താണെന്ന് ഞാൻ പറയാം. ഇവൻ കാണിച്ച പ്രധാനപ്പെട്ട വികൃതി, ഫസ്റ്റ് ആ ചാട്ട മത്സരത്തിൽ ഫസ്റ്റ് അടിക്കുന്നതിന് വേണ്ടി ചില ആൾക്കാരുടെയൊക്കെ മണ്ടയ്ക്കൂടാണ് നടന്നു പോയത്. കൂട്ടുകാരെ, അത് ശരിയാണോ? ശരിയാ. ഓ, അത് ശരിയല്ല. ശരിയല്ല. കാരണം അങ്ങനെ കാണിച്ചാൽ അത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കൂട്ടുകാരെ, നമ്മൾ എത്രമാത്രം ഫസ്റ്റ് അടിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം ബെസ്റ്റായി കാര്യങ്ങളെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നീ പ്രധാനമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കണം. നോ ഫസ്റ്റ്, ബി ബെസ്റ്റ്. മനസ്സിലായോ നിനക്ക്? ഓക്കെ. പക്ഷേ നീ വിചാരിക്കും ബെസ്റ്റ് അടിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകളെ മാക്സിമം ഉപയോഗിച്ച് വേണം അത് കാര്യങ്ങൾ ചെയ്യാൻ. നിൻ്റെ കഴിവിനെ നീ മാക്സിമം ഉപയോഗിച്ചായിരുന്നോ? നിൻ്റെ തൂങ്ങിപ്പോകാനുള്ള കഴിവിനെ നീ മാക്സിമം ഉപയോഗിച്ചായിരുന്നോ? ഞാൻ ഉപയോഗിച്ചു, പക്ഷേ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചില്ല. കുറച്ച് ഉപയോഗിച്ചു. നീ ഇടയ്ക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കഴിവുകളെ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുക, ബെസ്റ്റാക്കി തീർക്കുക. എന്തെങ്കിലും കപ്പടിക്കുന്നതിന് വേണ്ടിയല്ല,
ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക. അങ്ങനെയെങ്കിൽ നോ ഫസ്റ്റ് ബി ബെസ്റ്റ്. പറഞ്ഞേ, നോ ഫസ്റ്റ് ബി ബെസ്റ്റ്. ബി ബെസ്റ്റ്, ബി ബെസ്റ്റ്. ഓക്കെ, റൈറ്റ്. അങ്ങനെ കൂട്ടുകാരെ മറന്നു പോകല്ലേ, നോ ഫസ്റ്റ് ബി ബെസ്റ്റ്. നമ്മളെല്ലാം ഫസ്റ്റ് ആകണമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ യേശു അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഫസ്റ്റ് വരുന്നവരങ്ങനെ ആരൊക്കെയുണ്ട്? എല്ലാവരും ഫസ്റ്റ് ആണോ? മൈ ഗോഡ്, നിങ്ങൾ ഈ ഓട്ട മത്സരത്തിന് ആരാ ഫസ്റ്റ് വരുന്നത്? ആരാ ഫസ്റ്റ് വരുന്നത്? ഓടാറില്ലയോ? ഓടാറുണ്ട്. മമ്മിയൊക്കെ പറയാറില്ലയോ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഫസ്റ്റ് അടിക്കണമെന്ന്? നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിലും പഠിക്കുന്നതിലുമൊക്കെ ഫസ്റ്റാണ്. പക്ഷേ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അച്ഛനങ്ങളിനൊരു കൂട്ടുകാരനുണ്ട്, കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് ഫസ്റ്റ് വന്നില്ല. അവനങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അവൻ ഭക്ഷണവും കഴിക്കത്തില്ല, രാത്രി ഉറങ്ങത്തുമില്ല, എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല. മക്കളെ, ഫസ്റ്റ് വന്നില്ലേലും ബെസ്റ്റ് ആകണം. ക്രിസ്തുവിന് വേണ്ടി ബെസ്റ്റ് ആകണം. ഫസ്റ്റ് വന്നില്ലേലും ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി തീരണം. ഈ യേശു അപ്പച്ചൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. യേശു അപ്പച്ചൻ എങ്ങും ഫസ്റ്റ് വരാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ യേശു അപ്പച്ചൻ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ബെസ്റ്റായിരുന്നു. ഫസ്റ്റ് വരാൻ ആഗ്രഹിച്ചില്ല, ടോപ്പ് വരാൻ ആഗ്രഹിച്ചില്ല, ഏറ്റവും ബെസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാൽവറിയിൽ തൻ്റെ ജീവനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊടുത്തത്. അങ്ങനെയെങ്കിൽ നമുക്കും ബെസ്റ്റാകാം. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. God is so big, so strong and so mighty, there's nothing my God can I do. And my God is so big, so strong and so mighty, there's nothing my God can I do. The river is here, the stars are here, the mountains are hidden then. My God is so big, so strong and so mighty, there's nothing my God can I do for you. എനിക്കറിയാം, പാടാം നേടാം എന്ന സെഗ്മെൻറ്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെൻറ്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.